തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ഇത് ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവ്, സ്തോത്രം ചെയ്ത കർത്താവ്, ഞങ്ങളിൽ വാത്സല്യമായ ശേഖരസ്താവുന്നത് ഒരു പ്രാവശ്യം കൂടെ തൻ്റെ ജനത്തെ നയിക്കത്തപ്പണം അങ്ങൊരുക്കുന്ന വൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. കർത്താവിടെയുള്ള ബലഹീന ദിവസങ്ങളിൽ കൃപയിൽ ഈ നാളുകൾ എത്രയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും കർത്താവ് ഈ വർഷത്തിൻ്റെ ഈ ദിവസം വരെ വഴി നിർത്തിയ എല്ലാ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം. കർത്താവിൻ്റെ മഹത്വമുള്ള പ്രവർത്തന മേഖലയിൽ കർത്താവെ അവിടുത്തെ പ്രത്യേകിച്ച് കർത്താവ് ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം എത്തിക്കത്തക്കണം. കർത്താവ് ഈ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ അങ്ങ് പ്രവർത്തിക്കുന്നവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. കർത്താവിലെ അടിയങ്ങളെ കർത്താവിൻ്റെ കൃപയിൽ ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ സമയത്ത് അടിയനെ അതിൻ്റെ കരൾ സർക്കി കർത്താവെ അടിയൻ അങ്ങയുടെ ജനം അങ്ങയുടെ വചനം അങ്ങയുടെ കർത്താവ് അങ്ങയുടെ കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവെ ഏറ്റവും ലളിതമായി ജനത്തെ കർത്താവെ അങ്ങയുടെ വചനത്തിൽ ബലപ്പെടുത്തുവാനും കർത്താവ് ആ വചനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ എവിടെയാണ് തെറ്റങ്ങൾ മാറ്റി അത് കർത്താവ് ഇതൊക്കെ മാറ്റി കർത്താവ് അതിൻ്റെ സനയിൽ കർത്താവ് പ്രാഗൽഭ്യമുള്ളവരായി തീരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അടേൻ്റെ ശബ്ദത്തോടുണ്ട്, വാക്കുകളോട് വചസ്സുകളോടുണ്ടായിരിക്കുന്നത് അടേൻ്റെ കണ്ടത്തോടുകൂടെ പ്രയാസ പ്രതിസന്ധികളിൽ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായ കർത്താവെ ഇന്നത്തെ പ്രവർത്തനം കർത്താവെ അനുഗ്രഹപൂർണ്ണമായി തീർക്കാൻ അവിടെ സഹായിക്കുകയും വഴി നിർത്തുകയും ചെയ്യണത് ഈ സാക്ഷിക്കുന്നു. പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് കുടുംബജീവിത പ്രതിസന്ധികൾ. പ്രത്യേകിച്ചും ഇന്നത്തെ മാറിയ കാലഘട്ടത്തിൽ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. ചിലത് നാം അറിയുന്നു, ചിലത് നാം അറിയാതെ പോകുന്നു. ചില ഭവനം നാം നോക്കുമ്പോൾ പുറത്തുനിന്ന് അവരുടെ പ്രതികരണത്തിൽ ഒരു സന്തുഷ്ട കുടുംബമാണെങ്കിലും അവരുടെ ആ ഭവനത്തിനുള്ളിൽ എന്താണ് നടക്കുന്നത് ആർക്കും പറയുവാൻ കഴിയാത്ത അവസ്ഥകൾ. ഈ കാലഘട്ടത്തിൻ്റെ പ്രവർത്തനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇന്ന് ഉടനലെ എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പിൽ സാധിക്കുവാൻ കഴിയുന്ന ഒരു കാലയളവിൽ നാം ജീവിക്കുമ്പോൾ പലപ്പോഴും കുടുംബജീവിതത്തിൻ്റെ പ്രയാസ പ്രതിസന്ധി വർദ്ധിക്കുവാനുള്ള കാര്യങ്ങളും അതുതന്നെയായി മാറിയിരിക്കുന്നു. ഈ കുടുംബജീവിതത്തിൽ പ്രയാസ പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവമാക്കുന്നത് അവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ് അവരുടെ വ്യക്തിഗത ജീവിതത്തിൽ നാം നോക്കുകയാണെങ്കിൽ മാനസിക സന്തോഷം നഷ്ടപ്പെട്ട് ശാരീരിക ക്ലേശങ്ങളിൽ കടന്നു പോകുന്ന പല കാര്യങ്ങളിലേക്ക് അവരെ നയിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ മനസ്സിലാകാതെ പോകുന്നത് വ്യത്യസ്തമായ രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ച് വളർന്ന് ദൈവം അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ വചനത്തിൽ പറയുന്നത് പോലെ ഇന്നു തൊട്ട് നിങ്ങൾ രണ്ട് ശരീരമല്ല ഒന്നായിത്തീരുന്നു. അപ്പോൾ നാം ഒന്നായിത്തീരുമ്പോൾ നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കി ഇരുവരും പരസ്പരം ബലഹീനതകൾ മനസ്സിലാക്കി അത് അതിജീവിക്കുവാനും ഉൾക്കൊള്ളുവാനും വേണ്ടി നാം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നാം പണ്ട് എപ്രകാരം ജീവിച്ചു അതായത് ഏകമായി ജീവിച്ച കാലയളവിലെ പോലെ നാം ജീവിതം നയിക്കുകയാണെങ്കിൽ അത് പ്രതിസന്ധികൾ വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ. കാരണം ഒരു കുടുംബജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റേതായ അതിർവരമ്പുകളുണ്ട്. അതിർവരമ്പുകൾ എന്ന് പറയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം ആയിരിക്കുന്ന കുടുംബജീവിതത്തിൽ അതിൻ്റേതായ രഹസ്യം സൂക്ഷിക്കുവാൻ നാം പഠിച്ചില്ലെങ്കിൽ അതിർവരമ്പുകളില്ലാത്ത ഒരു കുടുംബജീവിതം നയിക്കുകയാണെങ്കിൽ അത് പാപത്തിലേക്ക് നയിക്കുക മാത്രമല്ല നമ്മുടെ ഭവനങ്ങളിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കത്തക്കോണം അത് ഇടയാക്കും. ആണായാലും പെണ്ണായാലും ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മെ ഒരുമിച്ച് ചേർത്ത് കഴിയുമ്പോൾ അതിനെ വേർപെടുത്തുവാനുള്ള അവകാശം നമുക്കില്ല. യഹോവയായ ദൈവം ആദ്യമായി സ്ഥാപിച്ചതും യഹോവയാൽ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഏക ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കുടുംബജീവിതമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ട് തക്ക തുണയായിട്ടാണ് അവന് തൻ്റെ ഭാര്യയെ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഭാര്യ ഭർത്ത ബന്ധം എന്ന് പറയുമ്പോൾ ഭർത്താവ് ബലഹീനനായി തീരുമ്പോൾ ഭാര്യ ഭർത്താവിനെ താങ്ങുന്നതും ഭാര്യ ബലഹീനായി തീരുമ്പോൾ ഭർത്താവ് ഭാര്യയെ താങ്ങുന്നതായി തീരും. പക്ഷെ പലപ്പോഴും ഇത് കഴിയാതെ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നാം എല്ലാത്തിനും ഉത്തരം തേടുന്നത് യഥാർത്ഥത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലാണ്. നാം കേൾക്കുന്ന പല സാമൂഹ്യ മാധ്യമങ്ങളിലെ ദൃശ്യ മാധ്യമങ്ങൾ കേട്ട് അതിനൊത്തവണ്ണം ജീവിതം തിട്ടപ്പെടുത്താൻ നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിർവരമ്പുകളില്ലാത്തൊരു ജീവിതമായി മാറും. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന്
വ്യക്തമായി വചനത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. സദൃശവാക്യം 25:28 എപ്രകാരമാണ് അതിനെപ്പറ്റി പറയുന്നത്? ആത്മനിയന്ത്രണമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞുകിടക്കുന്ന പട്ടണം പോലെയാകുന്നു. മതിലില്ലാതെ ഇടിഞ്ഞുകിടക്കുന്ന പട്ടണം പോലെ ആകുന്നു. മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കണമെന്ന ഒരു പട്ടണം നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇന്ന് ലോകത്തിൽ ഇത്രമാത്രം സമാധാനം നിലനിൽക്കുവാൻ ഇടയാക്കുന്നത് ഓരോ രാജ്യത്തിനും അതിൻ്റേതായ വ്യക്തമായ അതിർവരമ്പുകൾ ഉള്ളതുകൊണ്ടാണ്. നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അതിർവരമ്പുകളില്ലാത്ത ഒരു കാലയളവിലാണ് ജീവിക്കുന്നത്. ആർക്ക് എന്തും എവിടെയും ചെയ്യുവാൻ കഴിയുന്നൊരവസ്ഥയായിരുന്നെങ്കിൽ അസമാധാനവും പ്രയാസങ്ങളും വർദ്ധിച്ച ഒരു സാഹചര്യമായിരുന്നായിരിക്കും നാം അനുഭവമാക്കുന്നത്. ഇന്നും നാം ചുറ്റും നോക്കുമ്പോൾ എത്രയോ രാജ്യങ്ങൾ യുദ്ധത്തിലായിരിക്കുന്നത് അതിർവരമ്പുകളിലെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ അതിർവരമ്പുകൾ വർദ്ധിപ്പിക്കുവാനുള്ള പരിശ്രമമാണ് ഇവരെ ഈ യുദ്ധത്തിലേക്ക് നയിക്കുവാനിടയാകുന്നത്. അപ്പോൾ ഒരു അതിർവരമ്പ് ഉണ്ടായിട്ട് ഇത്രമാത്രം പ്രതിസന്ധികളുള്ളപ്പോൾ അതിർവരമ്പുകളില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നാം ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ജീവിതം അപ്രകാരം ഒരു ദൈവത്തിൻ്റെ അതിർവരമ്പുകളില്ലാത്തൊരു ജീവിതമാണെങ്കിൽ അവിടെ നാം ഒന്നിനെപ്പറ്റി ഭയപ്പെടുകയോ ശങ്കപ്പെടുകയോ അല്ലെങ്കിൽ അത് പാപമാണ് നന്മയാണോ തിന്മയാണോ എന്നൊന്നും ചിന്തിക്കാതെ എല്ലാ പ്രവർത്തനത്തിലും നാം ഏർപ്പെട്ടു പോകുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പറയുന്നത് എന്ത്? ആത്മനിയന്ത്രണമില്ലാത്ത ഒരു മനുഷ്യനെ പോലെ. ആത്മനിയന്ത്രണം യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ചിന്തകൾക്ക് മാത്രമല്ല, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ആ ആത്മനിയന്ത്രണം ഉണ്ടെങ്കിൽ യഥാർത്ഥമായ ദൈവിക കൃപയിൽ നിലനിൽക്കുവാൻ കഴിയും. അല്ലെങ്കിൽ റോമാലേഖനം 3:23 പറയുന്നത് പോലെ ആയിരിക്കും യഥാർത്ഥമായ നമ്മുടെ ജീവിതം. എന്തെന്നാൽ എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ദൈവതേജസ് ഇല്ലാതായി തീർന്നിരിക്കുന്നു. അതായത് നാം നമ്മുടെ ജീവിതത്തിൽ ഇത്രമാത്രം അതിർവരമ്പുള്ള അല്ലെങ്കിൽ ആത്മനിയന്ത്രണം ഉണ്ടായിട്ട് പോലും നാം പാപം ചെയ്ത് ദൈവതേജസ്സിൽ വീണവരായിട്ടാണ് അവിടെ പ്രസ്താവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മനിയന്ത്രണമോ അല്ലെങ്കിൽ ഒരു അതിർവരമ്പുകളോ ഇല്ലെങ്കിൽ നാം പാപത്തിൻ്റെ കെടുവഴിയിൽ മാത്രമായുള്ളൊരു ജീവിതമായി മാറും. ഒരു മാനസാന്തരത്തിൽ അല്ലെങ്കിൽ തിരിച്ചുവരവിനായി നമുക്ക് കഴിയുകയില്ല. അത് ഒരു വ്യക്തിഗത ജീവിതത്തെ മാത്രമല്ല, കുടുംബജീവിതത്തിലെ എപ്പോഴും പ്രതിസന്ധികളിലേക്ക് മാത്രമാണ് വഴി നടത്തുവാൻ ഇടയാകുന്നത്. കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾ നാം ഓരോ നിമിഷവും ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ മാത്രമല്ല അത് ബാധിക്കുന്നത്, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ ഒക്കെ അതിൻ്റെ പ്രയാസത്തിലേക്ക് നയിക്കാറുണ്ട്. പക്ഷേ ഇന്ന് പലപ്പോഴും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് നാം പലപ്പോഴും കാണുവാനിടയാകുന്നത്. ഒരു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് വിവാഹമോചനത്തിലേക്ക് കടന്നു പോകുന്ന അല്ലെങ്കിൽ വിവാഹമോചനത്തിൻ്റെ വക്കത്തിലായിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരു നിമിഷം നാം ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്നത്തെ സാഹചര്യങ്ങളാണോ അതോ ഇന്നത്തെ ആധുനികമായ സാമൂഹ്യ മേഖലകളിൽ നമുക്ക് ലഭ്യമാകുന്ന ഓരോ വാർത്തകളാണോ അതോ ഇന്നത്തെ ഈ സാമൂഹ്യ മാധ്യമങ്ങളാണോ എന്നെയും നിങ്ങളെയും ഇതിലേക്ക് വഴി നടത്തുന്നതെന്നൊന്ന് ചിന്തിക്കണം. ഇന്ന് വിരൽത്തുമ്പിൽ നാം എല്ലാത്തിൻ്റെ ഉത്തരം തേടുമ്പോൾ യഥാർത്ഥമായി എന്നെയും നിങ്ങളെയും, അത് പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ചു വളർന്ന മക്കളായിരിക്കുന്ന നമ്മൾക്ക് ഓരോർക്കും നമ്മുടെ ഉത്തരം ലഭ്യമാകേണ്ട ജീവനുള്ള വിശുദ്ധ വേദവസ്തുത്തിൽ നിന്നായിരിക്കണം. നമ്മുടെ ജീവിത മാർഗം അതായി മാറണം. അല്ലാതെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കിട്ടുന്ന ഉത്തരത്തെ തേടി അല്ലെങ്കിൽ ആ പ്രയാസത്തിൻ്റെ പരിഹാരത്തെ തേടി നാം പോകാൻ പാടില്ല. ഒരു നിമിഷം ഒന്ന് മുമ്പോട്ട് വായിക്കുമ്പോൾ സദൃശവാക്യം 11:29 ഇപ്രകാരമാണ് പറയുന്നത്: സ്വഭവനത്തെ കഷ്ടപ്പെടുത്തുന്നവന്റെ അവകാശം വായു മാത്രമായിരിക്കും. ഭോഷൻ ജ്ഞാനിക്ക് ദാസനായിത്തീരും. അതായത് എൻ്റെ ഭവനത്തെ ഞാൻ കഷ്ടത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ അതൊരു വായു എന്ന് പറഞ്ഞ നിലനിൽപ്പില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നൊന്ന് നോക്കണം. ആ അടിസ്ഥാനം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഭവനത്തിന് സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും പകരുന്ന ഒരു വ്യക്തിയല്ലെങ്കിൽ, അവിടെ എന്നും പ്രയാസങ്ങളും സ്മർദ്ധകളും കഷ്ടത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നിലനിൽക്കുകയില്ലെന്നാണ് യഥാർത്ഥമായി ഇതിൻ്റെ അർത്ഥം. അതായത് വായു മാത്രം. കാരണം ഭോഷൻ ജ്ഞാനിക്ക് ദാസനായിത്തീരുന്നു.
അതാണോ നാം ആഗ്രഹിക്കുന്നത്? ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ, ഇന്നത്തെ ആധുനിക മേഖലയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും ആദ്യമായി ഒരു കുടുംബജീവിതം നിലനിൽക്കണമെങ്കിൽ പരസ്പരം ഒരു വാർത്താവിനിമയത്തിൻ്റെ ആവശ്യമുണ്ട്. അത് എപ്രകാരമായിരിക്കണമെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. സദൃശവാക്യം 15-ന്റെ 1-2 വാക്യം വായിക്കുമ്പോൾ, മൃദുവായ ഉത്തരം ക്രോധം ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് യഥോചിതം പരിജ്ഞാനം പ്രസ്താവിക്കുന്നു. മൂഢന്മാരുടെ വായോ ഘോഷത്വം പൊഴിക്കുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും എന്തു പറഞ്ഞാൽ അതിന് ആ ക്ഷണം പ്രതികരിക്കത്തക്കോണമാണ് നാം നോക്കുന്നത്. അല്ലാതെ ഒരു നിമിഷം എൻ്റെ കർത്താവ് ഞാൻ എന്താണ് പറയേണ്ടത്, എൻ്റെ നാവിൽ അങ്ങ് അരുതാത്ത ഒരു വാക്ക് അല്ലെങ്കിൽ വചസ്സുകൾ വരുവാൻ ഇടയാകാതെ എൻ്റെ നാവിന് അങ്ങ് കടിഞ്ഞാണായി തീരണമെന്ന് നാം എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ വ്യക്തമായി പറയുന്നത്, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനമായ വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. അതായത് എന്തെന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥമായി കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയെ തകർക്കുക മാത്രമല്ല, ആ കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്കാണ് അവരെ നയിക്കുവാൻ ഇടയാകുന്നത്. സദൃശവാക്യം 18-ന്റെ 21 ഇപ്രകാരമാണ് പറയുന്നത്, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഉണ്ട്. അതിനെ സ്നേഹിക്കുന്നവൻ അതിന്റെ ഫലം ഭക്ഷിക്കും. അപ്പോൾ എൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ് എൻ്റെ കുടുംബജീവിതം ഭദ്രതയിൽ മുൻപോട്ട് പോകണോ അതോ തകർച്ചയിലേക്ക് നയിക്കുന്നതെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ വ്യക്തമായിട്ടാണ് സദൃശവാക്യത്തിൽ പറയുന്നത്, ജീവനും മരണവും നമ്മുടെ നാവിൻ്റെ മേലുള്ളൊരു കാര്യമാണ്. നാം പറയുന്ന വാക്കുകൾ, നാം പറയുന്ന വചസ്സുകളാണ് യഥാർത്ഥത്തിൽ ഒരു ബന്ധത്തെ നിലനിർത്തുന്നതും തകർക്കുകയും ചെയ്യുന്നത്. അതിനെപ്പറ്റി നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് യഥാർത്ഥമായി അത് കൃപയുള്ള വാക്കുകളാണോ? പൗലോസ് എഫേസ്യ ലേഖനം 4-29 ഇപ്രകാരമാണ് പറയുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കത്തക്കവണ്ണം ആത്മീയ അഭിവൃദ്ധിക്കുതകുന്ന നല്ല വാക്കല്ലാതെ ഒരു ദുഷിച്ച വാക്കും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പോൾ നാം ഓരോ സാഹചര്യത്തിലും പ്രതികരിക്കുമ്പോൾ നാം ഒരു നിമിഷം ദൈവത്തോട് പറയണം, ദൈവമേ, എൻ്റെ നാവിൽ നിന്ന് വരുന്നത് അങ്ങയുടെ മഹത്വത്തിനായും കൃപയുള്ള വാക്കല്ലെങ്കിൽ അതിന് കടിഞ്ഞാണിടണമേ. നാം അപ്രകാരം പ്രാർത്ഥിക്കുകയും നാം അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബജീവിതം മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതം, സാമൂഹിക ജീവിതം, ആത്മീയ ജീവിതത്തിൽ അതിൻ്റേതായ മാറ്റങ്ങൾ അനുഭവമാക്കുവാൻ കഴിയും. മറ്റുള്ളവരുടെ സന്നദ്ധയിൽ നമ്മളെ സ്വീകാര്യമായി തീരുവാൻ ഇടയാക്കും. പലപ്പോഴും നാം വ്യാജത്തിൻ്റെ മേൽ പ്രവർത്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർ കാണുമ്പം ഭയങ്കര സ്നേഹപ്രകടനം, പക്ഷെ യഥാർത്ഥമായ വെള്ള തേച്ച ശവക്കല്ലറയുടെ അവസ്ഥയാണ്. പുറത്തുനിന്ന് നല്ല വെള്ളം പൂശിയ അവസ്ഥ, പക്ഷേ ഉള്ളിലോ ചീർണിച്ച അവസ്ഥ. ആ ജീവിതമാണോ നാം നയിക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം. അത് വ്യക്തിഗത ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും എവിടെയായാലും അപ്രകാരം ഒരു ജീവിതമാണ് നയിക്കുന്നെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വേണം. ഇവിടെ വ്യക്തമായി പറയുന്നത്, എൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്ക് കൃപയുള്ളതായി തീരണം. കൃപയെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യവും സമാധാനവും അനുഭവമാക്കുന്നതായി തീരും, സ്നേഹം അവർക്ക് പകരുന്നതായി തീരും. അല്ലെങ്കിലോ കാഠിന്യമുള്ള വാക്കുകളാണെങ്കിലോ അത് മുറിപ്പാടുകളാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ കുടുംബജീവിതത്തിലായാലും ഏത് സാഹചര്യത്തിലായാലും നാം പ്രതികരിക്കുമ്പോൾ ഓരോ നിമിഷവും നാം ഒന്ന് ചിന്തിക്കണം, എൻ്റെ നാവിൽ വരുന്ന വാക്ക് മറ്റുള്ളവർക്ക് കൃപ ലഭിക്കുന്നതാണോ എന്ന്. അല്ലെങ്കിൽ അതിനായി നാം പ്രാർത്ഥിക്കണം. നാം എത്രമാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾമേൽ നമുക്ക് നിയന്ത്രണമുണ്ടെന്ന് ചിന്തിക്കണം. നമ്മുടെ സ്വഭാവത്തിന്മേൽ, നമ്മുടെ പ്രതികരണത്തിന്മേൽ, നമ്മുടെ വാക്കുകൾ മേൽ എത്രമാത്രം. പലപ്പോഴും നമുക്ക് ദേഷ്യം വരുമ്പോൾ, ക്രോധം വരുമ്പോൾ നാം പറയുന്നത് എന്താണെന്ന് പോലും ചിന്തിക്കാതെയുള്ള വാക്കുകളാണ് വരുന്നത്. അത് യഥാർത്ഥത്തിൽ ആദ്യം നാം വായിച്ചത് മരണകരമായ വാക്കുകളായിരിക്കും നമ്മുടെ നാവിൽ നിന്ന് വരുന്നത്. അത് തിരിച്ചെടുക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ നിന്ന് വരുന്ന ഓരോ വാക്കിന്മേൽ പ്രവർത്തിക്കത്തക്കോണം ശക്തമാണെന്ന് നാം മനസ്സിലാക്കാതെ പോകുന്നു. ഇന്ന് പലപ്പോഴും
നാം അനുഭവിക്കുന്ന വേദനകളുടെ സ്രോതസ് നമ്മുടെ നാവിൽ നിന്ന് വന്ന വാക്കാണെന്ന് മനസ്സിലാക്കും. പ്രത്യാശയുള്ള വാക്ക് ജീവിതത്തെ പ്രത്യാശയുള്ളതിലേക്ക് നയിക്കുവാൻ ഇടയാകും. അതേസമയം നിരാശയുടെ വാക്ക് എപ്പോഴും നമ്മളെ നിരാശയിൽ മാത്രമല്ല, ശാരീരികമായ ക്ലേശങ്ങളും മാനസിക സംഘർഷങ്ങളിലേക്ക് നയിക്കുവാൻ ഇടയാകും. യാക്കോബിന്റെ ലേഖനം 1:19 ഇപ്രകാരമാണ് പറയുന്നത്: എന്റെ പ്രിയ സഹോദരന്മാരെ, എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ. നിങ്ങളിത് മനസ്സിലാക്കുകയും ഏതു മനുഷ്യനും കേൾക്കുവാൻ വേഗതയും സംസാരിക്കുവാൻ സാവധാനതയും കോപിക്കുവാൻ സാവധാനതയും ഉള്ളവർ ആയിരിക്കട്ടെ. അതായത് കേൾക്കുവാൻ വേഗത. നാം ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്ത് 2 ചെവിയും 1 നാവേ തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തന സാഹചര്യം നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ചെവിയുടെ പ്രവർത്തനം കുറവും നാവിൻ്റെ പ്രവർത്തനം കൂടുതലുമാണ്. ഇവിടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. യാക്കോബ് ലേഖനത്തിൽ നിങ്ങളുടെ നാവിനെ കടിഞ്ഞാണിടാൻ പഠിക്കണമെന്ന്. അത് കാരണം പറയുന്നത്, ഇന്ന് ലോകത്തിൽ ഏറെക്കുറെ പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ കാരണം നമ്മുടെ നാവാണ്. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ഇവിടെയും പറയുന്നത് എന്ത്? ഒരു മനുഷ്യൻ കേൾക്കുവാൻ വേഗതയും സംസാരിക്കുവാൻ സാവധാനതയും കോപിക്കുവാൻ സാവധാനമുള്ളവൻ. രണ്ടാമത് പറയുന്ന 2 കാര്യത്തിൽ സാവധാനം. അതായത് ഒരുവൻ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ കോപം ചലിച്ച് അതേ സമയമുള്ള പ്രതികരണമാണെങ്കിൽ അത് മുറിപ്പാടുകളെ ഏൽപ്പിക്കത്തുള്ളൂ. അതിനു പകരം ഒന്ന് ശാന്തതയോടെ ആ കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കി നാം ശാന്തതയോടുള്ള പ്രതികരണമാണെങ്കിൽ നമ്മുടെ വാക്കുകൾക്കൊരു മാറ്റം വരും. അതിനാ മൂർച്ചകൾ കാണത്തില്ല, എങ്കിലോ സ്വാന്തനം നൽകുന്നതായിത്തീരും. അതാണോ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് നടക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ട ദാമ്പത്യ ജീവിതത്തിൽ തനിക്ക് തക്ക തുണയായി തന്നിരിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? നമുക്ക് ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളോടുള്ള പ്രതികരണം എങ്ങനെയാണ്? ഇതൊക്കെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവയൊക്കെയാണ് ഇന്ന് പലപ്പോഴും നാം ചുറ്റും നോക്കുമ്പോൾ അനേക കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവരൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന് പോലും ആഗ്രഹമില്ലാത്ത അവസ്ഥ. കാരണം അവർ ആ കുടുംബജീവിതത്തിൻ്റെ നന്മകൾ അവരുടെ മാതാപിതാക്കളിൽ കാണുവാൻ ഇടയായിട്ടില്ല. യഹോവയായ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ നന്മകൾ അവർക്ക് കാണുവാൻ കഴിയാതെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ യഹോവയായ ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന, അതായത് വർദ്ധിച്ചു വരിക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നാം വീണുപോവുകയാണ്. എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിനൊത്തവണ്ണം നാം പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടോ? ആ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു കുടുംബജീവിതം നയിക്കുവാൻ കഴിയുന്നുണ്ടോ? കുടുംബജീവിതത്തിൻ്റെ സ്നേഹവും സമാധാനവും മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എഫേസ്യർ ലേഖനം 4:26-27 വായിക്കുമ്പോൾ, കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവിൻ. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. പിശാചിന് അവസരം കൊടുക്കരുത്. ഇത് പറയുന്നത്, അതായത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞും ആ കോപം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന് ക്രൈസ്തവ കുടുംബജീവിതത്തിൽ എല്ലാ ഭവനത്തിലും ഒരു ഭവന പ്രാർത്ഥന, അല്ലെങ്കിൽ ഒരു രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന കാണും. പക്ഷേ മനസ്സിൽ ഈ സ്പർദ്ധ വെച്ചുകൊണ്ടാണ് നാം ആ പ്രാർത്ഥനയിൽ ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അവിടെ വ്യാപരിക്കുവാൻ ഇടയാകുകയില്ല. അത് നമ്മുടെ ജീവിതത്തിൽ പിശാചിന് വഴിയൊരുക്കാന്ന് പറയുമ്പോൾ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള നിമിഷങ്ങളിൽ അവൻ ഓരോ സംശയം ഇതിൻ്റെ മേൽ നമ്മുടെ ചിന്തകളിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് പോലെ നമ്മൾ സൂര്യാസ്തമനത്തിന് മുൻപ് തന്നെ എവിടെയെങ്കിലും വീഴ്ചകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടെ പരസ്പരം ഇരുന്ന് അത് മാറ്റുക മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ആ കയ്പിൻ്റെ അവസ്ഥ എന്നേക്കുമായി മാറ്റിക്കളയണം. എന്തെങ്കിലും കയ്പിൻ്റെ ഒരു അംശം പോലും ഉണ്ടെങ്കിൽ അതേ അതിജീവിക്കുവാൻ നാം പ്രാർത്ഥിക്കണം. അപ്രകാരം പ്രാർത്ഥിച്ചാൽ മാത്രമേ ഉള്ളൂ കർത്താവ് ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 11:25 പറയുന്നത് പോലെ നമുക്കാകുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ അതിക്രമങ്ങൾ ക്ഷമിക്കേണ്ടതിന് നിങ്ങളുടെ അതിക്രമങ്ങൾ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുവിൻ. അവനോട് ക്ഷമിക്കും. അവിടെ പറയുന്നത് നാം പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, അതായത് ഒരു പ്രവർത്തന ദിവസത്തിന്റെ അവസാനം നാം കുടുംബമായി പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ, ആ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പർദ്ധ ഉണ്ടായി അത് നമുക്ക് ക്ഷമിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവുമില്ല. നിങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ അതിക്രമങ്ങൾ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുക. ക്ഷമ ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ് കുടുംബജീവിതത്തിൽ. പരസ്പരം ക്ഷമിക്കാതെ പറയുമ്പോൾ അത് ഒരു ഒത്തുതീർപ്പല്ല, അത് ഒരു കൃപയാണ്. ക്ഷമിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പലപ്പോഴും നാം കേൾക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ആധുനിക ലോകത്തിൽ, we need to learn to compromise. പക്ഷേ ഈ ഒരു കാര്യം നാം മനസ്സിലാകാതെ പോകുന്നത്, ഈ കോംപ്രമൈസ് അല്ലെങ്കിൽ അനുരഞ്ജനത്തിലേക്ക് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, എവിടെയെങ്കിലും മുമ്പോട്ട് ചെല്ലുമ്പോൾ അത് വലിയ പ്രതിസന്ധിയിലേക്കാണ് വഴി നടത്തുവാൻ ഇടയാക്കുന്നത്. നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്താവിനിമയം പരസ്പരം ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. പരസ്പരം ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. അത് നമുക്ക് തക്ക തുണയായി തന്നിരിക്കുന്ന ഭാര്യയായാലും ഭർത്താവായാലും നമുക്ക് ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആയാലും നാം എപ്രകാരമാണ് ആ ബന്ധം നിലനിർത്തുന്നതെന്നൊന്ന് ചിന്തിക്കണം. എഫേസ്യ ലേഖനം 5:33 ഇപ്രകാരമാണ് പറയുന്നത്, എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും അവനവന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ബഹുമാനിക്കേണ്ടതാകുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ കുടുംബ ബന്ധത്തെ പറ്റി വ്യക്തമായി പറയുന്ന അതിൻ്റെ ഏറ്റവും അവസാനമായ വാക്യമാണ് 33-ാം വാക്യം. പറയുന്നത്, നാം നമ്മെ സ്നേഹിക്കുന്നത് പോലെ ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യയോ ഭർത്താവിനെ ബഹുമാനം. ഈ ബഹുമാനം വരുന്നത് എപ്പോഴാണ്? നാം ഒരാളെ ബഹുമാനിക്കുമ്പോഴാണ് ആ ബഹുമാനം നമുക്ക് തിരിച്ചത്. അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ബഹുമാനിക്കുവാൻ കഴിയുകയുള്ളൂ. ഭർത്താവ് തൻ്റെ ഭാര്യയെ തന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചാൽ ആരും തന്നെത്താൻ വെറുക്കാറില്ല. അപ്പോൾ തന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചാൽ അവിടെ ബഹുമാനം നാം കൊടുക്കുക മാത്രമല്ല, നാം ആ ബഹുമാനം തിരിച്ച് ലഭ്യമാകത്തക്കോണം ഇടയാക്കി തീർക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ചിന്തിക്കണം, നാം അപ്രകാരം സ്നേഹിക്കുന്നവരാണോ? ഏറ്റവും അവസാനമായി നാം കടന്നു വരുമ്പോൾ 1 പത്രോസ് 3:8-11 വരെ വായിക്കുമ്പോൾ, അവസാനമായി നിങ്ങൾ ഏക മനസ്സോടെ അന്യോന്യം അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹവും അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കുവിൻ. ജീവിതത്തെ സ്നേഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അതിരത്തെയും കാത്തുകൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് അവിടെ. അതായത് അവസാനമായും ഏക മനസ്സോടെ അന്യോന്യ അനുകമ്പയും സഹോദര സ്നേഹം കരുണയും വിനയമുള്ളവരാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും കുടുംബജീവിതത്തിൽ ഒരു പ്രതിസന്ധി കാണത്തില്ല. അത് കഴിഞ്ഞ് ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരായി അപ്രകാരം പ്രവർത്തിക്കുവാൻ നാം ഒന്ന് ചിന്തിക്കണം. ഇന്ന് നാം ദോഷത്തിന് പകരം ദോഷം ചെയ്യുന്നവരാണോ? ശകാരത്തിന് പകരം ശകാരം ചെയ്യുന്ന അതായത് 1 പറഞ്ഞാൽ ഞാൻ 10 ഉത്തരം പറയുന്ന വ്യക്തിയാണോ? ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ ഭദ്രത എന്ന് പറയുന്നത് പരസ്പരമുള്ള സ്നേഹബന്ധമാണ്, പരസ്പരമുള്ള ബഹുമാനമാണ്,
പരസ്പരം ഉൾക്കൊള്ളുവാൻ, അനുകമ്പ കാണിക്കുവാൻ കഴിയുമ്പോഴാണ്, വിനയമുള്ളവരായി തീരുമ്പോഴാണ് കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുന്നത്. അപ്രകാരം ഭദ്രതയുള്ള കുടുംബജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അവർ തന്നെ പറയും, ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഒരു ശാന്തതയാണ് അനുഭവമാക്കുവാൻ കഴിയുന്നത്. മറ്റുള്ളവർ നമ്മളെപ്പറ്റി സാക്ഷീകരിക്കുവാൻ ഇടയാകും. അത് ദൈവിക സാന്നിധ്യമുള്ള ഭവനത്തിൽ മാത്രമേ അത് ഇടയാക്കുവാൻ കഴിയും. 1 പത്രോസ് 4:8 ഇപ്രകാരമാണ് പറയുന്നത്, സകലത്തിനും മുമ്പേ സകലത്തിനും മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കുവിൻ. തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കുവേ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അപ്പോൾ കർത്താവ് ആ സ്നേഹത്തിലാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പാപങ്ങളെ മറയ്ക്കുന്നതെങ്കിൽ, നമുക്ക് അപ്രകാരം ഒരു സ്നേഹമുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവളോ ഒരു പ്രയാസം സൃഷ്ടിച്ചാൽ അപ്രകാരം സ്നേഹമുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ കഴിയാതെ പോകും. അല്ലെങ്കിൽ അതിനെ നമ്മൾ അത്രമാത്രം ഗൗരവത്തോടെ എടുക്കുകയില്ല, വഹിക്കുവാൻ കഴിയും. തുടർന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിലെ കുടുംബജീവിതം എപ്രകാരമായിരിക്കുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭദ്രതയിലാണോ? മറ്റുള്ളവർക്ക് സാന്ത്വനം നൽകുന്ന ഒരു കുടുംബജീവിതമാണോ? അതോ സ്പർദ്ധകളും പ്രതിസന്ധികളും നിറഞ്ഞൊരു കുടുംബജീവിതമാണോ? അപ്രകാരമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവിക കൃപയിലുള്ള വാർത്താവിനിമയത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലകൊള്ളുവാൻ, ഇവിടെ പറയുന്ന ആ ഉറ്റ സ്നേഹത്തിലേക്ക് വളരുവാൻ ഇടയാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ തലണെ ഉണക്കാം. സ്തുതിക്കുന്ന കർത്താവ്, സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവസ്തുതാംനാഥ, തൻ്റെ ജനത്തെ നയിക്കുവാൻ തന്ന സാവകാശത്തിനായ സ്തോത്രം. ഞങ്ങളുടെ കുടുംബജീവിതം എപ്രകാരമാണെന്നൊന്ന് ചിന്തിപ്പാൻ കർത്താവെ, എവിടെയാണ് വീഴ്ചകളും കുറവുകളും വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ തന്ന അവൻ കൃപകൾക്കായ സ്തോത്രം നാഥ. എൻ്റെ കൃപയ്ക്കൊത്തോടെ ഞങ്ങളെ വഴി നടത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിർവരുമ്പുകളില്ലാത്തൊരു ജീവിതമല്ല കർത്താവ്, എങ്കിലും വ്യക്തമായ അതിർവരുമ്പോഴുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ, ആത്മനിയന്ത്രണമുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ, പരസ്പരം ഉൾക്കൊള്ളുന്ന ഒരു കുടുംബജീവിതം നയിക്കുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബജീവിതം മറ്റുള്ള അനേകർക്ക് സ്വാതന്ത്ര്യവും സമാധാനവും നൽകുന്നതായി തീരത്തക്കോണം കർത്താവ്. അതോടൊപ്പം നീ ഞങ്ങൾക്ക് ദാനമായി തരുന്ന കുഞ്ഞുങ്ങളും കർത്താവെ, അതിൻ്റെ നല്ല അംശങ്ങൾ മനസ്സിലാക്കി വളരുന്നവരായി തീരുവാൻ, അങ്ങേ മുറുകെ പറ്റി ജീവിക്കുന്നവരായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. എൻ്റെ മാതാപിതാക്കളുടെ ദൈവമാണ് എൻ്റെ ദൈവം എന്ന് പറയത്തക്കോണം കർത്താവെ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സദാ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുവാൻ കർത്താവ്, അങ്ങയുടെ കൃപ അനുഭവിച്ചറിയാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും വഴി നിർത്തുകയും ചെയ്യണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.